ഹായ് ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല. ഒരു ദിവസം രാവിലത്തെ കാഴ്ചകളാണ്. അപ്പോൾ നേരം വെളുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നേരം വെളുക്കുന്നേ ഉള്ളൂ, അതായത് ഒരു 4:30 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഇരുട്ട്. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി വന്നു, ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ണിയേട്ടനും ജോലിക്ക് പോകണം, അമ്മയ്ക്കും ജോലിക്ക് പോകണം. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. അപ്പോൾ അമ്മ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അരി വെക്കണം. അപ്പോൾ അടുപ്പിൽ അരി വെച്ചിട്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാനിവിടെ വരുമ്പോൾ മാത്രം വളരെ റയറായിട്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അടുപ്പൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ദോശയുടെ പരിപാടിയിലേക്ക് തന്നെ പോകാം കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ അതിൽ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ദോശ ചുട്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാനവിടെ ഉണ്ടെങ്കിൽ എനിക്ക് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ എന്നെ വിളിക്കാറില്ല. അവിടെയാണെങ്കിൽ ഞാൻ ഉണ്ണിയേട്ടനൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അമ്മ ഒരു ദിവസം റെസ്റ്റ് എടുത്തോട്ടെ. എന്തായാലും ഷുട്ടു രാത്രി നേരത്തെ മീൻസ് ഇടയ്ക്ക് എണീറ്റായിരുന്നു. അപ്പോൾ എൻ്റെ ഉറക്കം പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കാൻ കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഒക്കെ എടുത്തിട്ടെന്ന്. അപ്പം അതിനിടയ്ക്ക് ഉണ്ണിയേട്ടനെ വിളിച്ചെണീപ്പിച്ച് കൊണ്ടുവന്നിട്ടോ. ഉണ്ണിയേട്ടൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫോൺ കണ്ട് എടുക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ വായോ വീഡിയോ എടുത്തതായോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയേട്ടനെ കൊണ്ടുവന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ വെക്കാം കേട്ടോ. അങ്ങനെ ദോശയും പിന്നെ തക്കാളി ചട്നി ആയിരുന്നു ഉണ്ടാക്കിയെന്ന്. വീഡിയോ ഞാൻ കുറച്ച് POV ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. പക്ഷെ അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ക്യാമറ ആംഗിളൊന്നും കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ദോശപാത്രം കുറച്ച് സീനാണ്. അടിയിലൊക്കെ പിടിച്ചു തുടങ്ങി, നോൺ സ്റ്റിക്കൊക്കെ പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ വലുതായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ക്രിസ്പി ദോശയാണ് ഇഷ്ടം. നല്ല മുരുമുരാന്നിരിക്കുന്ന ദോശ. പക്ഷേ ഇവിടെ ഇപ്പം അതുണ്ടാക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഊത്തപ്പം മോഡലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ മാവ് ലൂസാണെങ്കിലും നല്ലപോലെ ഹോൾസൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഒരു അപ്പം പോലെയൊക്കെ. എനിക്ക് വെള്ളയപ്പത്തിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു. പക്ഷേ നല്ല എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ദോശ. നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ രാത്രി വാങ്ങി കഴിക്കില്ലേ, അങ്ങനത്തെ ഒരു ദോശയായിരുന്നു. അങ്ങനെ കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കി അതിൽ വെച്ചു. കൂടുതൽ ഇതിൽ ദോശ ഉണ്ടാക്കുന്ന ഇതാണെന്ന് തോന്നുന്നു. കാരണം കുറേ ദോശ ഉണ്ടാക്കണമല്ലോ, 5 പേരുണ്ട്. അപ്പോൾ 5 പേർക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചായയിൽ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ചായയിലിട്ട്. അപ്പോൾ ഉണ്ണിയേട്ടന് ചായ പകർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉണ്ണിയേട്ടൻ തല്ലുകൂടുകയാണ്. ഉണ്ണിയേട്ടനെ ഞാൻ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിയേട്ടൻ ദോശ മറിച്ചിട്ട് ദോശ പാത്രം ചീത്തയാക്കി ഫുള്ളടി പിടിച്ചു തുടങ്ങി ദോശ കഴിക്കുമ്പോൾ ഞാൻ പറയപ്പോൾ വേണ്ടാത്ത പണിക്ക് പോകണമായിരുന്നോ എന്നൊക്കെ. അതൊക്കെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ണിയേട്ടൻ പോയി. പിന്നെ ബാക്കി പരിപാടിയൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉടായ്പ പരിപാടികളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇന്നത് കറി വയ്ക്കുന്ന കൂർക്ക മെഴുക്ക് വരട്ടി കേട്ടോ. കൂർക്ക മെഴുക്ക് വരട്ടിക്ക് കുഞ്ഞു കൂർക്കയായിരുന്നു, നല്ല നാടൻ കൂർക്കയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതായത് നല്ല ഉണങ്ങിയതുകൊണ്ട് തൊലി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കൂർക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആരുടെയോ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കണ്ടിരുന്നു. അതായത് കുക്കറിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങുന്ന പോലെ കൂർക്ക പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അത് ട്രൈ ചെയ്താൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അമ്മ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ പണി അതായിരുന്നു കേട്ടോ. അമ്മ അവിടെ അകത്തിരുന്ന് കൂർക്കയുടെ തൊലി കളയാണ്. അപ്പോൾ ഇവിടെ അരിയൊക്കെ ഇട്ടോ സെറ്റായി. അപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകില്ല, നമ്മുടെ സവോള ഇല്ലേ, സവോള എനിക്കൊന്ന് 2 സവോള എടുത്തിട്ടുണ്ട്. തക്കാളി ചട്നി ആയതുകൊണ്ട് തന്നെ 3 ഇതും എടുത്തിട്ടുണ്ട്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ POV ആണ്, അതുകൊണ്ടാണ് ഇത്ര ലോങ്ങായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സവോള ഇട്ട് അധികം ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സവോള 2ആയിട്ട് മുറിച്ചിട്ട് പിന്നെ അതിലൊരു 6 പീസ് അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം
നമ്മൾ അതിലേക്ക് ഒരു 3 തക്കാളി, അത്യാവശ്യം വലിയ തക്കാളി ഞാൻ എടുത്തിരുന്നത്, 3 തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് അപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിന് തക്കാളി നല്ലപോലെ ഒന്ന് എന്താ പറയുക വാടി അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരണം. അത് എന്താ പറയുക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ തക്കാളി ചട്നി ഉണ്ടാക്കാം. കുറച്ച് ഇലാബറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം, കുറച്ച് ഈസി വേയിൽ ഉണ്ടാക്കാം. ഇതൊരു ഈസി വേ ആണ്. ആക്ച്വലി ഇതിലേക്ക് വലിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും നല്ല ടേസ്റ്റുള്ള നമ്മളിപ്പം ശരവണ ഭവനിലേക്ക് തക്കാളി ചട്നി ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ഉണ്ട്. ഇപ്പം അതായത് ഞാൻ താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ, എൻ്റെ അച്ഛനമ്മയൊക്കെ താമസിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ അവിടെ ഇതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ട് പരിപാടികളാണ്. പിന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ചട്നിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് അത് കൊണ്ടുപോയി അരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചാറുകറി വെക്കാനായിട്ട് ഇന്ന് പരിപ്പും വെണ്ടയ്ക്കയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പരിപ്പ് ജസ്റ്റ് പച്ചമുളകും തക്കാളിയും സവോളയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ തക്കാളി ചട്നി താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കൂർക്ക റെഡിയായി. അമ്മ കൂർക്കയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറയണം ഞാൻ വീഡിയോ ഒക്കെ എടുക്കും, അമ്മേനെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. അങ്ങനെ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് പിന്നെ അപ്പം അമ്മ പറയണം നല്ല മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്, മാങ്ങ കാണിച്ചു കൊടുക്കുന്നു. അപ്പം ഞാൻ മാങ്ങ കാണിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഈ പ്രാവശ്യം മാവിൻ്റെ കൊമ്പ് കിട്ടിയതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീടിൻ്റെ പറമ്പിലേക്കുള്ള കൊമ്പിലാണ് കൂടുതൽ മാങ്ങ ഉണ്ടായിരുന്നത്. അതാണെങ്കിൽ നല്ല ഹൈറ്റിലാണ്, അതുകൊണ്ട് പൊട്ടിക്കാനുള്ള കുറച്ച് പാടുണ്ട്. പിന്നെ എന്താ പറയുക, എങ്ങാനും വീണ് കിട്ടി എന്നുള്ള സെറ്റപ്പേ ഉള്ളൂ. പിന്നെ ഉണ്ണിയേട്ടൻ്റെ ലീവുള്ളപ്പോൾ ഉണ്ണിയേട്ടൻ എങ്ങാനും പറിക്കണം. അച്ഛന് ഈ വക കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ മരം കയറ്റക്കാരും പ്ലംബറും ഇലക്ട്രീഷ്യനും എല്ലാം. ഞാനും അമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ അമ്മ പിന്നെ ചോറ് വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലെ കുടിക്കാനുള്ള വെള്ളം അങ്ങനെ വെക്കും കേട്ടോ. ഇത് ഞാൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് ആക്ച്വലി ഇതൊരു പുകയില്ലാത്ത അടുപ്പാണ് എന്ന് കാണിക്കുന്നതാണ്. കാരണം ഞങ്ങൾ ഈ വീട് പണിതിട്ട് ഒരു 15 വർഷത്തിന് മേലെ. അപ്പോൾ ആ സമയത്ത് പുകയില്ലാത്ത അടുപ്പുകളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എവിടെ നോക്കിയാലും ആലുവ പുകയില്ലാത്ത അടുപ്പുകൾ. അപ്പം അങ്ങനെ ഒരു ടീം വന്ന് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഭയങ്കര പുകയായിരുന്നു. അതുകൊണ്ട് പെയിൻ്റ് അടിക്കാനേ സമയമുള്ളൂ, ഫുൾ പുകയാണ്. അവസാനം ചിമ്മിണിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സെറ്റപ്പിൽ വെച്ചതാണ്. ചിമ്മിണി 2ാമത് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇടുന്നുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചാൽ കുഞ്ഞു കൂർക്ക ആയതുകൊണ്ടാണ് കേട്ടോ മുറിക്കാഞ്ഞ്. അപ്പോൾ കൂർക്ക ഇട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലെ തേങ്ങ പൊതിക്കുന്ന സംഭവം ചീത്തയായിരിക്കുന്നത് കൊണ്ട് അതിനെന്താ പറയുക അല്ലേ, അതിൻ്റെ പേര് എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയാം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തേങ്ങ പൊതിക്കുന്ന സാധനം അല്ലാത്തതുകൊണ്ട് ഇപ്പം അമ്മ കൈ കൊണ്ടാട്ടോ പൊതിക്കുന്നത്. എനിക്ക് ഒരുപാട് ശ്രമിച്ചിട്ടും പഠിക്കാൻ പറ്റാത്ത 2 കാര്യങ്ങൾ എന്താ പറയുമോ. ഒന്ന് അമ്മിയും അരയ്ക്കുന്നത്, പിന്നെ ഇത് എന്താ പറയുക മുറത്തിൽ ചേറ്റുന്നത്. ഇതൊക്കെ ഞാൻ ഒരുപാട് പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങ് സെറ്റായി. അമ്മിയുമ്പോൾ ഞാൻ പിന്നെ അരയ്ക്കും, പക്ഷെ അമ്മി ഈ അറ്റം മുതൽ ആ അറ്റം വരെ ആക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ വൃത്തിക്ക് ഇങ്ങനെ അമ്മമാരൊക്കെ അരക്കില്ലേ ഇങ്ങനെ അരച്ചിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ആ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. അപ്പം അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ് കൂർക്ക ഉപ്പേരി എങ്ങനെയുണ്ട്. അപ്പം പറയും സൂപ്പറാന്ന്. ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻ വേറെയാണല്ലോ, സൂപ്പറാന്ന് പറഞ്ഞിട്ട്. ഉപ്പ് കുറവാണ്. അമ്മ പറയും ഉള്ളിലേക്ക് പിടിച്ചിട്ടില്ല, നമ്മൾ മറ്റോണം കൂർക്ക വേവിക്കുമ്പോൾ നല്ലപോലെ ഉള്ളിലേക്ക് പിടിച്ചിട്ടില്ലേ, അങ്ങനെ പിടിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ബാക്കി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതായിട്ട് ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ ഈ ഷെൽഫിനകത്ത് ട്രൈപ്പോഡ് കുത്തിത്തിരിക്കി വെച്ച് അതിൻ്റെ മേലെ ഡപ്പയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ എടുത്തോണ്ടിരുന്നത്. അപ്പം അമ്മ തേങ്ങ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് പരിപ്പിലേക്ക് ഇടാനായിട്ട്. ആദ്യമായിട്ട് അമ്മ തേങ്ങ പൊട്ടിച്ചപ്പോൾ 2 ഈക്വലായിട്ട് വന്നതിൻ്റെ സന്തോഷം കണ്ട. ഇത് കാണിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അടുത്ത്.
അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്. ഞങ്ങളുടെ അമ്മ തേങ്ങയൊക്കെ ചെറിയ തന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുത്ത് അമ്മേനെ ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സിമ്പിൾ കറി കേട്ടോ. ഇത് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട, അതായത് എൻ്റെ ഉണ്ണിയൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. അപ്പോൾ അവിടെ ഉണ്ണിയൻ്റെ മാമൻ്റെ വൈഫ് കാണിച്ചെന്ന കറി ഞങ്ങളുടെ വീട്ടിലത് അധികം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം ആക്കി പറഞ്ഞ കറിയാന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ വെക്കാനുള്ള സെറ്റപ്പിലായിരുന്നു. അപ്പോൾ ജസ്റ്റ് പരിപ്പ് വേവിച്ചു. നമ്മൾ മഞ്ഞപ്പൊടിയും തക്കാളിയും സവോളയും 2 പച്ചമുളക് ഇട്ടിട്ട് പരിപ്പ് വേവിച്ചു. എന്നിട്ട് തേങ്ങ ചെരുക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് അരച്ചു. നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഷുട്ടൂനൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ഷുട്ടു എണീറ്റ് കിടക്കാണ്. അപ്പോൾ അച്ഛനും മോളും തമ്മിലുള്ള കളികളുടെ സമയമാണ്. ഷുട്ടു ചിലപ്പോഴൊക്കെ കേട്ടോ ഇത്ര നേരത്തെ എണീക്കുള്ളൂ. നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഷുട്ടു അങ്ങനെ കുഴപ്പമില്ല, ആരെങ്കിലും അടുത്ത് കണ്ടാൽ മതി. ഇല്ലെങ്കിൽ ആൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കും. അതാണ് ഷുട്ടപ്പൻ. ഞാൻ ഷുട്ടപ്പനെ കൊണ്ടുവന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട്. ഒച്ച വീഡിയോ എടുത്തു. ഗുദു ഗുദു ഗുബു കാക്ക കാക്കയുണ്ട് അവിടെ. കാക്ക 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 പറ. ഇത് നോക്കണോ അതോ അത് നോക്കണോ? ഞാൻ ഇതിനെ നോക്കണോ അതോ അത് നോക്കണോ? അത് ഇതും ഒരു പരസ്യത്തിന് ട്രോൾ ചെയ്താട്ടോ. ആക്ച്വലി ഒരു ഒരു പരസ്യം ഉണ്ടല്ലോ, അതായത് ഹാർപ്പിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. ബാത്റൂം വൃത്തിയാക്കാതിരിക്കുമ്പോൾ അമ്മ പറയില്ലേ കുട്ടീനെ കാണിച്ചിട്ട്, ഞാൻ ഇത് നോക്കണോ അതോ അതിനെ നോക്കണോ? ഞാൻ പറഞ്ഞതാണ്, ഞാൻ എന്നോട് അമ്മ എന്താ അത് ചെയ്യാത്തത് എന്താ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിനെ നോക്കണോ അതോ അത് നോക്കണോ എന്ന്. അങ്ങനെ ഞാൻ അടിച്ചു വരാൻ ആക്ച്വലി ഒരു ഷോക്ക് എടുത്തതാണ്. അപ്പം അമ്മേനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇടയ്ക്ക് അടിച്ചു വരാറുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ വലിയ ചൂലായതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പൊ ഷുട്ടൂനെ പ്രസവിച്ച പിന്നെ വലിയ കുമ്പൊക്കെ ആയതിനു ശേഷം കുനിഞ്ഞ് അടിച്ചു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഞാൻ ഷുട്ടപ്പന് ഇപ്പൊ അടുത്താണ് ഇങ്ങനെ ഫുട്ബോൾ കളിച്ചു തുടങ്ങി. ഭയങ്കര സർപ്രൈസ് ആയിപ്പോട്ടോ. അവളെ പിടിച്ചു കഴിഞ്ഞാൽ അവള് തന്നെ ഇങ്ങനെ ഇരുന്ന് കളിക്കും. റൂബി എങ്ങനെ കരയണ? റൂബി ബോ 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 ബോ. പൂച്ച എങ്ങനെ അറിയണ? പൂച്ച എങ്ങനെയാ ചേട്ടാ പൂച്ച കരയണ? പൂച്ച എങ്ങനെ കരയണ കാണിക്കേ? പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പൊക്കെ മിക്സ് ചെയ്തു. പിന്നെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക നമ്മളൊരു സാമ്പാറിന് നിങ്ങൾ കുറച്ചുകൂടി ചെറുതായിട്ട് അരിയാം. ഒരു 1 ഇഞ്ച് ലെങ്ത്തിൽ 1 ഇഞ്ച് 2 ഇഞ്ച് ലെങ്ത്തിലൊക്കെ അരിഞ്ഞിട്ട് അത് നമ്മളൊന്ന് ജസ്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അത്യാവശ്യം ഒന്ന് അത് അപ്പം തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും എണ്ണയിൽ. ആ ഒരു വഴുവഴുപ്പ് പോകുന്ന വരെ നമ്മൾ ഫ്രൈ ആക്കുമല്ലോ, ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം അത് വെന്തിട്ടുണ്ടാവും. പിന്നെ അതെടുത്തിട്ട് നമ്മളത് ചുട്ടു കഴിഞ്ഞിട്ടുകൊണ്ട് ഷുട്ടുവിനെ എടുത്തിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് ആ വെണ്ടയ്ക്ക എടുത്ത് നമ്മൾ കറിയിലേക്ക് ഇടുക. അതൊന്നും കൂടി നല്ല പോലെ ബോയിൽ ചെയ്താൽ നമ്മുടെ കറി റെഡിയാണ്. പിന്നെ ഒന്ന് താളിച്ചിടണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ മടിയായതുകൊണ്ട് ഒരു പാത്രം തന്നെ അത്യാവശ്യം യൂസ് ചെയ്തിട്ടാണ് പിന്നെ കഴുകുന്നത്. സോ അതായിരുന്നു ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഒക്കെ അത്രേ ഉള്ളൂ. ബൈ.